ഗൈസ്, ഇന്ന് നമുക്ക് സ്വദേശ് മെഗാ ക്വിസിന് ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്ന് സ്വദേശ് മെഗാ ക്വിസിന് ഗാന്ധിജിയുമായി കുറച്ച് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്തായിരുന്നു? പുത്ലിബായി. ഗാന്ധിജി ജനിച്ചതെന്നായിരുന്നു? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ആണ് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു? ശ്രീ രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയെ വധിച്ചതാരായിരുന്നു? ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വധിച്ചത്. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്നായിരുന്നു? 1948 ജനുവരി 30. ഗാന്ധിജി വധിക്കപ്പെട്ട ജനുവരി 30 നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതെന്നാണ്? 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം എവിടെയാണ്? സബർമതി ആശ്രമം. ഗുജറാത്തിലെ സബർമതി ആശ്രമമാണ് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. 1930 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്നായിരുന്നു? 2007 ജൂൺ 2. 2007 ജൂൺ 15 ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. ജൂൺ 15 2007. അടുത്ത ചോദ്യം, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചതാരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1924 ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ അവസാന വാക്ക് ഏതായിരുന്നു? ഹേ റാം. ഹേ റാം എന്നാണ് മഹാത്മാഗാന്ധി അവസാനമായി പറഞ്ഞത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? മഹാദേവ് ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ആദ്യത്തെ തവണ 1920 ആദ്യമായി ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏക മലയാളി ആരായിരുന്നു? ബാരിസ്റ്റർ ജി.പി. പിള്ള.
ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12. അടുത്ത ചോദ്യം, ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. അപ്പോൾ നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അപ്പോൾ ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? സരോജിനി നായിഡു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഭഗത് സിംഗ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതായിരുന്നു? 1857. ഏത് ദിവസമാണ്? 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് 1857 മെയ് 10-ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതായിരുന്നു? പ്ലാസി യുദ്ധം. 1757 നടന്ന പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1924. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ജനഗണമന ആദ്യമായി പാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത. 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജനഗണമന ആദ്യമായിട്ട് പാടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ്? 1919 ഏപ്രിൽ 12. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതായിരുന്നു? അമൃത്സർ, പഞ്ചാബ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ്? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരായിരുന്നു? A.O. ഹ്യൂ. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൂടി നോക്കാം. ജനറൽ നോളജ് ചോദ്യങ്ങൾ കൂടി നമ്മുടെ സ്വദേശ് മെഗാ ക്വിസിലുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി വംശജൻ ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? സ്പെയിൻ. 2026 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2028 US ഒളിമ്പിക്സിലേക്ക് 128 വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തുന്ന കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമേതാണ്? വൈഭവ് സൂര്യവംശി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതായിരുന്നു? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം ഏതാണ്? നവംബർ 11. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ.
2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി. ഇനി നമ്മളൊരു ബോണസ് ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഇതിന് ഉത്തരം അറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ശരിയായ ഉത്തരങ്ങൾ നൽകുന്നവരുടെ പേരുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഗാ ക്വിസിനെ ഫസ്റ്റ് നേടാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും